Jungle. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഡൗട്ടായിരിക്കും വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുമെന്നുള്ളത്. പിന്നെ വണ്ടിയിൽ റസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കമ്പനി തരുന്ന ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് ന്യൂസ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂടെ ഉള്ളത് ആ ബേക്കിൽ കാണുന്ന വണ്ടിയാണ്. ഏകദേശം 47,000 കിലോമീറ്റർ ഓടിയ എൻഫീൽഡാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ഓണർഷിപ്പ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഗായ്സ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. 2015 മോഡൽ എൻഫീൽഡാണ് നമ്മുടെ കൂടെ ഉള്ള. ഏകദേശം ഒരു 47,000 കിലോമീറ്റർ, 47,000 മേളിൽ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ. 47,589 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ലപോലെ ഓടിയിട്ടുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ വണ്ടിയിലെ കുറച്ച് മെറിറ്റ്സും അതേപോലെ ഡീമെറിറ്റ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നല്ല വശങ്ങളുണ്ട്, അതേപോലെ ചീത്ത വശമുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഈ വണ്ടിയിലെ എൻഫീൽഡിൻ്റെ ഹേറ്ററും കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിയിലെ ഓണർ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതൊക്കെയാണ് നിങ്ങളുടെ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് തന്നെ കണ്ടു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ കാര്യം ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രേക്കിനെ കുറിച്ചാണ് പറയാറുള്ളത്. ബ്രേക്കിൻ്റെ കാര്യത്തിലാണ് ചെറിയ പോരായ്മ തോന്നിയിട്ടുള്ള. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ കൺവെൻഷണൽ ഡ്രം ബ്രേക്സാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡസ്റ്റോ കാര്യങ്ങൾ അങ്ങനെ പൊടിയൊക്കെ കയറുന്ന സമയത്ത് ബ്രേക്കിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഫീഡ്ബാക്കൊന്നും കിട്ടത്തില്ല. ഫ്രണ്ടിൽ ബ്രേക്കിൻ്റെ കാര്യം കേട്ടോ. ബ്രേക്ക് വലിയ കുഴപ്പമില്ല. എന്നാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഷോകമാണ് കേട്ടോ. കുറച്ച് ഷോകമാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ സ്ഥലത്ത് നോക്കുവാണെങ്കിൽ. അപ്പോൾ ഈ ഡസ്റ്റ് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറിയ ബ്രേക്ക് ഭയങ്കര കട്ട ഷോകമാണ്. അപ്പോൾ അത് വണ്ടിയിൽ വന്നിരിക്കുന്നത് 350cc എയർ കൂൾഡ് എഞ്ചിനാണ് വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഒരു കുഴപ്പം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ലോങ് റൈഡ് പോകുന്ന സമയത്തായാലും നമുക്ക് മടുപ്പോ കാര്യങ്ങളൊന്നും എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എഞ്ചിനൊക്കെ ഇതുവരെയായിട്ട് നല്ല പക്കായിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 47,000 കിലോമീറ്റർ ആയിട്ടും എഞ്ചിനൊന്നും ഒരു കുഴപ്പമില്ല. ഗായ്സ്, പിന്നെ പറയുകയാണെങ്കിൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല വെട്ടവും തരുന്ന ഹെഡ്ലൈറ്റാണ്. രാത്രിയായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഹെഡ്ലൈറ്റൊക്കെ നല്ല വിസിബിലിറ്റി തരും. അതേപോലെ പിന്നെ നമുക്കിതാ ഈ രണ്ട് പാർക്ക് ലൈറ്റ് വരുന്ന സമയത്ത് ഇത് എപ്പോഴും അടിച്ച് ഫ്യൂസായി പോകുന്ന ഹെഡ്ലൈറ്റാണ് കേട്ടോ. മിക്കുള്ള വണ്ടിയിൽ ഈ രണ്ട് ലൈറ്റ് ഏതെങ്കിലും ഒന്ന് ഫ്യൂസായി പോയിരിക്കും. അപ്പോൾ ഈ വണ്ടിയിലും പോയിട്ടുണ്ട്. ഇതൊക്കെ മാറി ലൈറ്റ്സാണ്, പിന്നെ ഫ്യൂസായി പോകും. അപ്പോൾ അത് വണ്ടിയിൽ ചെറിയൊരു ഡ്രോബാക്കാണ്. പിന്നെ വണ്ടിയിൽ സ്വിച്ച് ഗിയറും കാര്യങ്ങളും ഇതൊരിക്കലും ഒരു കുഴപ്പം വന്നിട്ടില്ല. ഏകദേശം 5 വർഷമായിട്ടും സ്വിച്ച് ഗിയറിൻ്റെ കാര്യത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോഴും ഓക്കെയാണ് സ്വിച്ച് ഗിയറും കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടിയിൽ പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കീ സെറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു മിക്കുള്ള വണ്ടി ആവുന്നതായിരിക്കും. ഇങ്ങനെ വണ്ടി ഓണാക്കിയാലും നമുക്ക് ഈസി ആയിട്ട് ചാവി ഉരുവെടുക്കാൻ പറ്റും. അത് വണ്ടിയിൽ പോരായ്മയായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ കാലപ്പഴക്കം ആവും തോറും ഈ ചാവി ഇങ്ങനെ പോകും. അപ്പോൾ അത് വണ്ടിയുടെ ഡ്രോബാക്കാണ്. പിന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ് വണ്ടിയുടെ വൈബ്രേഷൻ. ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് 350 ആണ്. അപ്പോൾ നമ്മൾ ക്ലാസിക്കിനെ അപേക്ഷിച്ച് ഈ വണ്ടിക്ക് വൈബ്രേഷൻ കുറവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ക്രാങ്ക് വെയിറ്റ് തന്നെയാണ് ഏകദേശം 5.something കിലോ ക്രാങ്ക് വെയിറ്റ് കൂടുതലാണ് സ്റ്റാൻഡേർഡിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ക്ലാസിക്കിനെ അപേക്ഷിച്ച് അത്യാവശ്യം വൈബ്രേഷൻ കുറവ് തന്നെയാണ് കേട്ടോ. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻറ്റാണ് വണ്ടി കിക്കർ അടിച്ചെടുക്കാൻ കുറച്ച് പാടാണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ വേറെ നമ്മൾ നോർമൽ ബൈക്സിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണ് കേട്ടോ അങ്ങനെ പാടായിട്ട് തോന്നുന്നത്. കാരണം ഇത്രയും ക്രാങ്ക് വെയിറ്റ് ഉള്ള വണ്ടിക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ നമ്മൾ കാല് ചവിട്ടി അടിച്ചാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുന്നത്. പക്ഷേ ഒറ്റയടിയിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യും. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ വണ്ടി കിക്കർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കാണിച്ചു. ഒറ്റ അടിക്കുന്ന വണ്ടി സ്റ്റാർട്ടാവും. അതിനൊന്നും വേറെ ഒരു കുഴപ്പമില്ല. എന്താ ഗൈസ്, ഇത്രയേ ഉള്ളൂ വണ്ടി സ്റ്റാർട്ടാക്കാൻ. പിന്നെ വണ്ടിയിൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടാമത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് ഇരിക്കുന്നത് വേറെ എക്സോസ്റ്റാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ സൗണ്ടൊക്കെ ഉണ്ട്. സൗണ്ട് ജസ്റ്റ് കേൾപ്പിച്ചില്ല. അപ്പോൾ ഇതാണ് വണ്ടിയിൽ എക്സോസ്റ്റ് അത്യാവശ്യം നല്ല ലൗഡ് ഗായ്സ്. പിന്നെ ബേക്കിൽ നമുക്ക് ടയർ മാറിയിട്ടുണ്ട്. ഏകദേശം 3 ടയർ ബേക്കിൽ മാറിയിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലും 2 ടയർ മാറിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 47,000 കിലോമീറ്റർ തന്നെ നമ്മൾ ഏകദേശം 5 ടയർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഈ വണ്ടിയിൽ ഗായ്സ്. പിന്നെ നമ്മൾ വണ്ടിയിലെ സ്പ്രോക്കറ്റ് ഒരു പ്രാവശ്യം മാറുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇപ്പോൾ 2 സ്പ്രോക്കറ്റാണ് വണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഇത്ര കിലോമീറ്റർ ആയിട്ട്. ഒന്ന് നമ്മൾ വണ്ടി വാങ്ങിയപ്പോഴുള്ള സ്പ്രോക്കറ്റും പിന്നെ നമ്മൾ രണ്ടാമത് വാങ്ങിച്ചിട്ട് സ്പ്രോക്കറ്റാണ് ഇപ്പം വണ്ടിക്കകത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ വണ്ടിയിലെ സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നൈസാണ്. ലോങ് പോകാനായാലും അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റാണ്. നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ലോങ് പോയാലും വലിയ സീനൊന്നും കാണത്തില്ല കേട്ടോ ഗായ്സ്. പിന്നെ നമ്മുടെ വണ്ടിക്ക് സ്റ്റോക്കായിട്ട് വരുന്ന ടയർ സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ഇത്രയും വലിയ വണ്ടിക്ക് ഭയങ്കര ചെറിയൊരു ടയറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഷോക്കാണ് വണ്ടി ബേക്ക് നോക്കുന്ന സമയത്ത് കാണാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ മാറിയ ടയറിലാണെങ്കിൽ അത്യാവശ്യം ടയർ സൈസുള്ള സംഭവമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലപോലെ ലുക്ക് തോന്നിക്കും. പക്ഷേ നമ്മൾ സ്റ്റോക്ക് ടയറാണെങ്കിൽ ഇത്രയും വീതിയൊന്നും കാണത്തില്ല. ഭയങ്കര ഷോക്കാണ് ബേക്ക് നോക്കുന്ന സമയത്ത് കാണാനായിട്ട്.
പിന്നെ അപ്പോൾ എല്ലാവർക്കും ഡൗട്ടായിരിക്കും വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുമെന്നുള്ളത്. വണ്ടിക്ക് ഏകദേശം ഒരു 30 to 35 ആണ് ഓണർ പറയുന്ന മൈലേജ്. അപ്പോൾ വണ്ടി ലോങ് ഓടുന്ന സമയത്തൊക്കെ ഇത്ര മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജുള്ള വണ്ടി. പിന്നെ വണ്ടിയിൽ റസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കമ്പനി തരുന്ന പാർട്സിലും കാര്യത്തിലൊന്നും റസ്റ്റും കാര്യങ്ങളും അങ്ങനെ വലുതായിട്ട് പിടിക്കത്തൊന്നുമില്ല. നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിക്കുന്ന സാധനത്തിലായിരിക്കും കൂടുതൽ റസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കമ്പനി തരുന്ന പോലെ നമ്മൾ കൊണ്ടുകിടന്ന് അത്യാവശ്യം റസ്റ്റ് ഒന്നും ഇല്ലാതെ കൊണ്ടുകിടക്കാൻ പറ്റും. ആഫ്റ്റർ മാർക്കറ്റ് സാധനം വാങ്ങിച്ച സമയത്ത് നമുക്ക് റസ്റ്റ് ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.